Hi friends, welcome back to Lifestyle Veda. എനിക്ക് ആക്ച്വലി ലൈഫിൽ ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയ കാര്യം ക്ലാരിറ്റി ത്രൂ സെൽഫ് റിഫ്ലക്ഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് പല ടാസ്ക് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്ത് നമുക്ക് പ്രയോറിറ്റി ഉള്ള ടാസ്ക്സ് ഏതാണ്, പ്രയോറിറ്റി ഇല്ലാത്ത ടാസ്ക്സ് ഏതാണ് എന്നുള്ളത് നമുക്കൊരു കോൺഷ്യസ്ലി അറിയണം. അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറ്റ് വുഡ് ബി ലൈക്ക് എ സ്കെഡ്യൂൾഡ് ഡേ അല്ലേ, ഒരു സെയിം മെക്കാനിക്കൽ ഡേ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് വർക്കൗട്ടിന് ചിലപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ ഈ ഇഷ്യൂസ് നിങ്ങൾ വിചാരിക്കുക ഓക്കെ ഇറ്റ്സ് ഫുൾ ബിസി ആൻഡ് ടൈറ്റ്ലി പാക്ഡ് ആൻഡ് യു ഡോണ്ട് ഹാവ് ടൈം ടു ഡു ദിസ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതിനെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് അങ്ങനെ കുറച്ച് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടി നിങ്ങൾക്ക് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് അത് ഭയങ്കര വാല്യൂബിൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദർ ഇൻ യുവർ ലൈഫ്, റൈറ്റ്? സോ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് വിത്ത് ജേർണലിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല ഗൈഡ് ചെയ്യാൻ, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ്. ആൻഡ് ജേർണലിംഗ് ആക്ച്വലി നമ്മുടെ ഒരു നീഡ് അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഇമോഷണൽ ആൻഡ് മെൻ്റൽ സൈഡാണ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അതായത് നൈറ്റ് ടൈം ജസ്റ്റ് റൈറ്റ് ഡൗൺ 3 things which you were thankful for the day. അപ്പോൾ ബെഡ് ടൈമിൽ ഗ്രാജുവലി ഓൺ എ ഡെയിലി ബേസിസ് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു ഗ്രൗണ്ടിങ്നെസ് ഒക്കെ ഫീൽ ചെയ്യും ഇമോഷണലി. And you can write down morning affirmations, morning time എണീറ്റിട്ട് certain affirmations which you want to have in your life, അത് എഴുതി വെക്കാം. ആൻഡ് അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അത് ഇംപ്രിൻറ്റഡ് ആവും. സോ അങ്ങനെ ട്രൈ ചെയ്യാം. ആൻഡ് ഇമോഷണൽ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ ഡേ ഉണ്ടായിരുന്നിരിക്കട്ടെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈം, എസ്പെഷ്യലി നൈറ്റ് ടൈം നമ്മൾ ഈ സ്ട്രെസ്സും ഈ ഓവർ തിങ്കിങ്ങും എല്ലാം കൂടിയിട്ട് സ്ലീപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്ന് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ എനർജി ലെവൽസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോ ആയിരിക്കും. സോ നൈറ്റ് തന്നെ ആ ഇമോഷൻസ് ലെറ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളത്, ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് എനിത്തിങ് വിച്ച് ഇസ് ഫ്രസ്ട്രേറ്റിംഗ് ടു യു ഹാപ്പൻ, ജസ്റ്റ് ടേക്ക് ഡൗൺ എ ബുക്ക്, സിറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് ഫസ്റ്റ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഔട്ട്. ഓക്കെ, ഫസ്റ്റ് ജസ്റ്റ് നിങ്ങളുടെ ഇമോഷൻസ് എഴുതുക. പലപ്പോഴും ചിലപ്പോൾ അത് ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, ആങ്കർ ആയിരിക്കാം, സാഡ്നെസ് ആയിരിക്കാം, എന്താണോ അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് മേ ബി യു ക്യാൻ റൈറ്റ് ലൈക്ക് വാട്ട് ആർ ദ തോട്ട്സ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ്. മേ ബി പലപ്പോഴും ആങ്കർ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ബ്ലെയിമിങ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദ അതർ പേഴ്സൺ, ഓർ മേ ബി ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് വിത്ത് മീ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അങ്ങനെ പല പല തോട്ട്സ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഈ തോട്ട്സിനൊന്ന് അസസ് ചെയ്ത് നോക്കുക. ഈസ് ഇറ്റ് ട്രൂ, ഇസ് ഇറ്റ് എ ഫാക്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബിക്കോസ് ഓഫ് ഹിം ഓർ ഇറ്റ്സ് ഓൾവേസ് ബിക്കോസ് ഓഫ് ഹെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മൾ അസസ് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി ചിലപ്പം 60% നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കാം, 40% ആയിരിക്കാം അപ്പുറത്തെ ആളുടെ കോൺട്രിബ്യൂഷൻ. സോ ഇറ്റ് വിൽ ഗീവ് us ടൈം ടു അനലൈസ് തിങ്സ്. അതാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾ ഫാക്ട്സ് എടുത്ത് നോക്കുക. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് വിത്ത് മീ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് വിത്ത് മീ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ വരും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് യൂട്യൂബിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. സോ യു ക്യാൻ റെഫർ ദാറ്റ് ആസ് വെൽ. സോ ഇമോഷണൽ ഹെൽത്തിന് നമുക്കത് സപ്പോർട്ടീവായിട്ട് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നൈറ്റ് തന്നെ എനിക്ക് പേഴ്സണലി നമ്മളൊരു ടു ഡു ലിസ്റ്റ് നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടിരിക്കും. അതായത് നെക്സ്റ്റ് ഡേ നമ്മൾ കൂടുതൽ ടൈം എന്താ പറയുക വെറുതെ കളയുന്നത് കുറവായിരിക്കും. എസ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് ഓൺ യുവർ ഓൺ, ഓർ യു ആർ എ ഫ്രീലാൻസർ, ഓർ ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് അണ്ടർ സംവൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹാവിങ് എ ടു ഡു ലിസ്റ്റ് എക്സെട്ര. അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ജേർണലിംഗ് ഹാബിറ്റ് ട്രാക്കിങ്ങിന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പലപ്പോഴും ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് ഫുഡ് ലോഗ് പോലെ ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്കിപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഒരു ഗട്ട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡുമായിട്ട് സെൻസിറ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ്സ് വരുമ്പോൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്ത് ഫുഡാണ് കഴിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം എപ്പിസോഡ് വരുമ്പോഴും ഇതുപോലെ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനകത്തൊരു പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ലൈക്ക് ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഗ്രാജുവലി നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തിന് എന്താണ് ട്രിഗർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ എന്താണ് ട്രിഗർ ഉണ്ടാക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസസ് ഉണ്ട് ജേർണലിംഗ്. നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇടയ്ക്ക് ഡിപ്പെൻഡിങ് ഓൺ മൈ മൂഡാണ് കേട്ടോ. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ചിലപ്പോൾ ഗോൾ സെറ്റിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പല പർപ്പസസിന് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ജേർണൽസ് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഈ ഒരു സിംഗിൾ ബുക്കിലാണ് കേട്ടോ എല്ലാം എഴുതിയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇതിന് മുന്നേ ഉള്ള ജേർണൽസ് കംപ്ലീറ്റ് ആയി. അതിനകത്ത് ഞാൻ പലതും പല ഡേയ്സിലും പല കാര്യങ്ങളുമാണ് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ ഒരു ലോങ് ടേം ഗോൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ലോങ് ടേം ഗോൾസ് എന്ന് വെച്ചതിനേക്കാളും നല്ലത് ലൈഫ് പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ കോർ വാല്യൂസ് എന്താണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറ്റ് ദി എൻഡ് നമ്മളെല്ലാവരും മരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ എന്ത് കൈൻഡ് ഓഫ് ലൈഫ് ജീവിച്ചാണ് നമുക്ക് മരിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ വാട്ട് യു വാണ്ട് ടു ഗീവ് ടു ദ വേൾഡ്. നിങ്ങളുടെ കോർ വാല്യൂസ് എന്താണ്. എൻ്റെ കോർ വാല്യൂസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നേച്ചർ, ഹെൽത്ത്, ലവ്, സ്പിരിച്വാലിറ്റി, സർവീസ്, ഫ്രീഡം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ എന്താ പറയുക സോൺ ഔട്ട് ആയി പോവുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവ് തോന്നുവാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ദിസ് ആൻഡ് ചെക്ക് ഇഫ് ഐ എം ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. സോ ഇതിനകത്ത് ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് മാത്രമേ ഉള്ളൂ. ആകെ ഒരു മേ ബി ഒരു ഫ്യൂ പേജസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബട്ട് ദിസ് ഇസ് ലൈക്ക് മൈ റെഗുലർ ജേർണലിംഗ് വർക്ക്സ്. ഇതിനകത്താണ് ഞാൻ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് എന്തായാലും നിങ്ങൾ ന്യൂ ഇയർ ആയിട്ട് കുറേ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. വീക്ക്ലി വൺസ് ജസ്റ്റ് ഒന്ന് അസസ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ആർ യു ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് യുവർ ഗോൾസ്. ഇഫ് നോട്ട് ഗോയിങ്, എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്, അതൊന്ന് അനലൈസ് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഗ്രാജുവലി യു വിൽ ഗെറ്റ് ക്ലാരിറ്റി റിഗാർഡിങ് ദോസ്. ആൻഡ് യാ, പിന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് പോയിന്റ്സ് കൊടുത്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ChatGPT ബേസ്ഡ് ആയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിഷ്യലി ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഗോൾസ്, ജസ്റ്റ് യു ഗോ ത്രൂ ദ ഡിസ്ക്രിപ്ഷൻ, യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് യാ, അത്രേ ഉള്ളൂ ഇന്നത്തെ കണ്ടന്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ബെസ്റ്റ് വിഷസ് വിത്ത് യുവർ goal setting, with your life journey from Lifestyle Way.